إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ച് തഖ്വയുള്ളവരായി അവസാന ശ്വാസം വരെ നിലകൊള്ളണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു നാം ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഡിസംബറിലാണ് നമ്മളുള്ളത്. ഡിസംബർ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമകാലിക സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. 2004 ഡിസംബർ 7 ഐക്യരാഷ്ട്രസഭ UN ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത കോഫി അന്നാൻ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു വാചകം, ലോകം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു കാര്യം കൂടി അദ്ദേഹം പ്രത്യേകം സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. 2001 സെപ്റ്റംബർ 11 ശേഷം മുസ്ലിം ലോകത്തിനും പാശ്ചാത്യ ലോകത്തിനുമിടയിൽ വലിയ ഒരു ധ്രുവീകരണം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഭീകരമായ രൂപത്തിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായി
ഇസ്ലാമിക് ഫോബിയ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും മനസ്സുകളെ ബാധിച്ച ഈ മാനസിക പ്രശ്നം, മനോരോഗം ലോകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി തീർത്തതുകൊണ്ട് അതിനൊരു പരിഹാരം ആവശ്യമാണ് എന്ന് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചത് 2004 ഡിസംബർ 7-നാണ്. ആ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് മാർച്ച് 15-ാം തീയതി കോംബാറ്റ് ഇസ്ലാമിക് ഫോബിയ എന്ന ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തി അത് ഒരു ഇന്റർനാഷണൽ ഡേ ആയി പ്രഖ്യാപിച്ചത്. ഇത് ഞാൻ ആമുഖമായി സൂചിപ്പിക്കാനുള്ള കാരണം, ഒരു ഡിസംബറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആദർശം അഥവാ നമ്മുടെ വിശ്വാസം, നമ്മുടെ അടിസ്ഥാന പ്രഖ്യാപനം റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ, അല്ലാഹുവിനെ റബ്ബായും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും ഇസ്ലാമിനെ ഞാൻ എൻ്റെ മതമായും തൃപ്തിപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുന്ന മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവകരമായ ചിന്തകൾക്ക് കാരണമാകുന്ന നിരവധി പ്രതിഭാസങ്ങൾ ഈ മാസത്തിൽ ലോകതലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കണം, ഇസ്ലാം എന്നുള്ളത് ഏറ്റവും അഭിമാനമുള്ള ഒരു ആദർശമാണ്. അതിനെ ആരും ഭയക്കേണ്ടതല്ല. ഇസ്ലാമോഫോബിയ എന്നുള്ളത് ലോകത്ത് പ്രചണ്ഡമായ പ്രചാരണങ്ങളിലൂടെയും പ്രോപ്പഗണ്ടകളിലൂടെയും പ്രചരിപ്പിക്കപ്പെട്ട ഒരു ബോധപൂർവമുള്ള മനഃശാസ്ത്രപരമായ ഇടപെടലാണ്. അവിടെ എന്താണ് ദീൻ, എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ സുന്ദരമായ വിശുദ്ധ ഖുർആൻ നമുക്കത് പറഞ്ഞു തന്നു. കാലദേശ വർഗ വർണ്ണ വ്യത്യാസത്തിന്റെ ഒരു സിംബലുകളും ഒരു അടയാളങ്ങളും വിശുദ്ധ ഇസ്ലാമിലില്ല. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഇംറാനിൽ വളരെ മനോഹരമായി അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. റബ്ബ് അവിടെ ചോദിച്ചു, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച ദീൻ, അവന്റെ ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക സമൂഹത്തിന് പഠിപ്പിച്ച ദീൻ, ആ ദീനല്ലാത്ത മറ്റൊരു ദീനാണോ അവർ കൊതിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്നത്, അവർ അന്വേഷിക്കുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം മുസ്ലിങ്ങളാണ്. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹ, നിർബന്ധപൂർവമോ അതല്ലെങ്കിൽ അനുസരണക്ക് വിധേയമായി കൊണ്ടോ മുസ്ലിമായവരാണ് ആകാശഭൂമികളുള്ളതെല്ലാം തന്നെയും. വഇലൈഹി യുർജഊൻ, സർവ്വതിന്റെയും മടക്കം ആ റബ്ബിലേക്കാണ്. എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞു തരുന്നത്. മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു ദീനുകൾ അന്വേഷിക്കുന്നു. അവര് പുത്തൻ പ്രത്യയശാസ്ത്രങ്ങൾ അന്വേഷിക്കുകയാണ്. അവർ പുതിയ മതങ്ങളെ തേടുകയാണ്. മതങ്ങളെയും ദൈവങ്ങളെയും അവർ നിർമ്മിച്ചുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ റബ്ബ് പറയുന്നത് അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിന്റെ ദീനുണ്ട്, ആ ദീനല്ലാത്ത മറ്റൊരു ദീനാണോ അവർ അന്വേഷിക്കുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ളതെല്ലാം മുസ്ലിങ്ങളാണ്. മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയരാണ് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നിർദ്ദേശങ്ങൾക്ക് വിധേയമാണ്. കിഴക്കിന്റെ ചക്രവാളത്തിൽ നൂറ്റാണ്ടുകളായി ഉദിച്ചുയരുന്ന സൂര്യൻ, ആ സൂര്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു എന്ത്? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ആ കിഴക്കിന്റെ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യൻ, അതിന് കൃത്യമായ ഒരു ഭ്രമണപാതയുണ്ട്, ഭ്രമണമണ്ഡലമുണ്ട്. ആ ഭ്രമണമണ്ഡലത്തിലൂടെ അത് കൃത്യമായി സഞ്ചരിക്കുന്നുണ്ട്.
ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അസീസായ അജയ്യനായ അങ്ങേറ്റം അറിവുള്ളവനായ അള്ളാഹു നിർണയിച്ചു കൊടുത്ത പാതയാണത്. ആ വഴിയിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യൻ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമാണ്. റബ്ബിന്റെ കൽപ്പനക്ക് വിധേയമാകുന്നതിന് പറയുന്ന പേരാണ് ഇസ്ലാം. ആ റബ്ബിന്റെ കൽപ്പനക്ക് വിധേയമാകുന്നവന് പറയുന്ന പേരാ മുസ്ലിം. വീട്ടുവളപ്പിൽ മുളച്ചു പൊന്തുന്നൊരു വാഴ അത് സമ്മാനിക്കുന്നത് ഒരു കുലപ്പഴമാണ്. ആ ഒരു വാഴ നട്ടു നനച്ച് വളർത്തുമ്പോൾ ആ വാഴ നിർവഹിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി അതിന്റെ ദൗത്യം നിർവഹിക്കുകയാണത്. അങ്ങനെ വരുമ്പോൾ അതിനൊരു നിലപാടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമാവുക എന്ന നിലപാട് അത് മുസ്ലിമാണ്. ഒരിക്കലും വാഴ വെച്ചിട്ട് അതിൽ ചക്ക പ്രതീക്ഷിക്കില്ലാരും. കാരണം അത് റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി മാത്രമേ പ്രവർത്തിക്കൂ. അപ്പൊ സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, പക്ഷിമൃഗാദികളാകട്ടെ, സസ്യലതാദികളാകട്ടെ, സർവ്വതും വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന് വിധേയമാണ്. ആ രൂപത്തിൽ റബ്ബിന് വിധേയനാകാൻ, സൃഷ്ടാവിന് വിധേയനാകാൻ, റബ്ബുൽ ആലമീന് വിധേയനാകാൻ മനുഷ്യനുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ വിധേയമാകുന്നവർക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അങ്ങനെ വിധേയമാകാൻ, റബ്ബിന് വിധേയമാകാൻ, സൃഷ്ടാവിന് വിധേയനാകാൻ, പടച്ചവന് വിധേയനാകാൻ നിർദ്ദേശിക്കുന്ന നിലപാടിന് പറയുന്ന പേരാണ് ഇസ്ലാം. അവിടെ വർഗവർണ്ണ വൈജാത്യങ്ങൾക്കൊരു സ്ഥാനമില്ല. പാശ്ചാത്യ പൗരസ്ത്യ വേർതിരിവുകൾക്കൊരു സ്ഥാനമില്ല. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും വേലിക്കെട്ടുകൾക്കൊരു സ്ഥാനമില്ല. അതുകൊണ്ടാണ് അതിനെ തുറന്നു പറഞ്ഞത്, ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വല്ലസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസാ വന്നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചതിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. ഞാൻ മുസ്ലിമാന്ന് പറയുമ്പോ ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും യഅഖൂബ് നബിക്കും മൂസാ നബിക്കും ഈസാ നബിക്കും എന്ന് മാത്രമല്ല, വന്നബിയ്യൂന മിർ റബ്ബിഹിം, മറ്റുള്ള പ്രവാചകന്മാർ അവരിൽ മുഴുവനും വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ ഒരിക്കലും ഒരു മുഅ്മിൻ വേർതിരിവ് കാണുകയില്ല. ഈസാ നബി അംഗീകരിക്കാതെ മൂസാ നബി മാത്രം അംഗീകരിക്കുക ഇല്ല. മൂസാ നബി അംഗീകരിക്കുക, ഈസാ നബി അംഗീകരിക്കാതിരിക്കുക ഇല്ല. ഇബ്രാഹിം നബി അവഗണിക്കുക, ഇസ്മായിൽ നബിയെ സ്വീകരിക്കുക ഇല്ല. ഇബ്രാഹിം നബിയെയും ഇസ്ഹാഖ് നബിയെയും യഅഖൂബ് നബിയെയും മൂസാ നബിയെയും ഈസാ നബിയെയും മറ്റുള്ള സർവ്വപ്രവാചകന്മാരെയും അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ വനഹ്നു ലഹു മുസ്ലിമൂൻ, ആ റബ്ബിന് പൂർണ്ണമായി കീഴ്തുങ്ങുന്ന മുസ്ലിങ്ങളാണ് ഞങ്ങളെന്ന് പറയൂ. ഇത് പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇത്രയും വിശാലമായ ഒരു കുടുസുമില്ലാത്ത സർവപ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന ഈ ഒരു വിശ്വാസ സംഹിത, ആ വിശ്വാസ സംഹിതയല്ലാത്തതൊന്ന് ഒരു പുത്തൻ പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തി വൈകല്യങ്ങളും വൈകൃതങ്ങളും അപര്യാപ്തതകളും നിറഞ്ഞ ചിന്താപ്രസ്ഥാനങ്ങളെയാണോ മതമായി ആരെങ്കിലും സ്വീകരിക്കുന്നത് എങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കില്ല. കാരണം അത് വൈകല്യങ്ങൾ നിറഞ്ഞതാകും, വൈകൃതങ്ങൾ നിറഞ്ഞതാകും. അത്തരത്തിലുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഭയപ്പെടേണ്ട ഒന്നല്ല, അകറ്റി നിർത്തേണ്ട ഒന്നല്ല. നേരെ മറിച്ച് അതിന് കൃത്യമായൊരു നിലപാടുണ്ട്. ആഖിറത്തിൽ ഊന്നിയാണത് സംസാരിക്കുന്നത്. കേവലം ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ ചുറ്റിത്തിരിക്കുന്ന പ്രത്യയശാസ്ത്രമല്ല ഇസ്ലാം. നേരെ മറിച്ച് ആഖിറത്തിൽ ഊന്നിക്കൊണ്ടാണ് അത് സംസാരിക്കുന്നത്. മനുഷ്യ മനസ്സുകളോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഊന്നിയാണ് ഇസ്ലാം സംസാരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു പോലല്ല. ഒറ്റ ചോദ്യമാണ് ഖുർആൻ മാനവരാശിയോട് ചോദിച്ചത് അടിസ്ഥാനപരമായി. അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വെറുതെ പടച്ചതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വെറുതെ കുറെ കാലം, ഒരു 60 കൊല്ലം നിങ്ങൾ വെറുതെ പോയി ജീവിച്ചു വരൂ, അതാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം? നിങ്ങളെ വെറുതെ പടച്ചതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? കണ്ണും കാതും മൂക്കും കൈകാലുകളും അവയവങ്ങളും
വിശാല വിസ്തൃതമായ ഭൂമിയും അതുപോലെ തന്നെ അലറി വിളിക്കുന്ന സമുദ്രവും കാട്ടാറുകളും അതുപോലെ തന്നെ കാനനങ്ങളും അതുപോലെ തന്നെ കാട്ടാനകളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും അടങ്ങുന്ന പ്രവിശാലമായ ലോകത്തേക്ക് കുറച്ചു കാലം വെറുതെ പോയി വരൂ എന്ന രൂപത്തിൽ പറഞ്ഞു വിട്ടവനാണോ നിങ്ങൾ? ഖുർആൻ ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഈ ചോദ്യം ചോദിച്ചിട്ടാ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്, ദീനിനെ കുറിച്ച് പറഞ്ഞത്. അല്ല, നിങ്ങളെ വെറുതെ പടച്ചതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾക്കൊരു തിരിച്ചുവരവ് റബ്ബിലേക്കില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അപ്പോ ഈ ചോദ്യമാണ് അടിസ്ഥാനപരമായി മനുഷ്യ മനസ്സിലേക്ക് ഇസ്ലാം ഇട്ടുകൊടുക്കുന്നത്. ആഖിറത്തിലൂന്നിയാ സംസാരിക്കുന്നത്, പരലോകത്തിലൂന്നിയാ സംസാരിക്കുന്നത്. മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിച്ചു പോകാത്തതാണെന്നും മരണാനന്തരം ഒരു ജീവിതം മനുഷ്യനുണ്ട് എന്നുമുള്ള അടിസ്ഥാന പാഠങ്ങൾ ചൊല്ലിപ്പിടിപ്പിച്ചിട്ടാണ് ഇസ്ലാം സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ ചിന്തിക്കേണ്ടി വരും, ദുനിയാവ് മാത്രമാണ്, മരിച്ച മണ്ണോട് പറഞ്ഞാൽ ഒന്നുമില്ലാതായി എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ ദുനിയാവിൽ എന്ത് തരത്തിലുള്ള ക്രൂരത ചെയ്യാനും ഏത് തരത്തിൽ ക്രിമിനലായി മാറാനും മനുഷ്യന് കഴിയും. കാരണം വെച്ചാൽ മരണശേഷം ഒന്നുമില്ലല്ലോ, എങ്ങനെയും ജീവിച്ചൂടെ? ഈ ഭൗതികമായ ജീവിതം കൊണ്ട് ഒടുങ്ങിപ്പോയിരുന്നുവെങ്കിൽ, ഈ ദുനിയാവ് മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ, മരണത്തോടെ എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായും മരണം എന്നുള്ളത് എല്ലാവർക്കും ഒരു റാഹത്താകുമായിരുന്നു. എന്ത് തോന്നിയാസം ചെയ്യുക, എങ്ങനെയിട്ട് ജീവിക്കുക, അവസാനം എല്ലാം തൊലച്ച് ഒരു കുപ്പി വിശത്തിലോ ഒരു ചാൻ കയറിലോ ജീവൻ ഒടുക്കി കളയാമായിരുന്നു. പക്ഷെ അങ്ങനല്ല. മരിച്ചതിനു ശേഷം രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് മാത്രമല്ല, മനുഷ്യ ജീവിതത്തിന്റെ ഓരോ നിമിഷാർത്ഥങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമല്ലോ. അപ്പോഴാണ് മനുഷ്യ ജീവിതം സംസ്കരിക്കണം, സുഹൃത്തമുള്ളവനാകണം എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആഖിറമുണ്ട് എന്ന് പഠിപ്പിച്ച മതം ആദ്യമായി ഒരു വ്യക്തി സംസ്കരിക്കപ്പെടണമെന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ വ്യക്തിപരമായി ഓരോ വ്യക്തിയും നന്നാകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഖുർആൻ പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നത് സലീമായ ഖൽബുമായി വരുന്നവൻ മാത്രമാണ്. അപ്പോൾ വൈയക്തികമായ സംസ്കരണം, ഓരോ വ്യക്തികളും നന്നാകണം. രണ്ടാമത് കുടുംബം. നമുക്കറിയാം, ആധുനിക തലമുറയെ പറഞ്ഞു പഠിപ്പിക്കുന്നത്, പുതിയ തലമുറയെ പറഞ്ഞു പഠിപ്പിക്കുക, എന്തിനാണ് കുടുംബ ഭാരങ്ങൾ പേറുന്നത്, നിങ്ങൾ അടിച്ചു പൊളിക്കൂ എന്നാണ്. എന്തിനാണ് വിവാഹം, എന്തിനാണ് വാപ്പയെ നോക്കുന്നത്, എന്തിനാണ് ഉമ്മാന്റെ പുറകെ ഉമ്മയെ താങ്ങി നടക്കുന്നത്? സ്വതന്ത്രരാവൂ, നിന്റെ ചോയ്സ്, നിന്റെ ബോഡി. അതുകൊണ്ട് തന്നെ അടിച്ചു പൊളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുത്തൻ പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ വരുന്നത്. എന്നിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ലോകം അന്വേഷിച്ചു ചെല്ലുന്ന ചെറിയ മക്കളുടെ കയ്യിൽ MDMA വെച്ചു കൊടുക്കുകയാണ്, കഞ്ചാവ് വെച്ചു കൊടുക്കുകയാണ്, മാരകമായ മയക്കുമരുന്നുകൾ വെച്ചു കൊടുക്കുകയാണ്. പാതിരാത്രികളിൽ പബ്ബുകളും ഹബ്ബുകളും തുറന്നിട്ട് പെൺമക്കൾ അതിലേക്ക് മാടി വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഫ്രീ ആണ്, 18 വയസ്സായാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണ്, അതുകൊണ്ട് നിങ്ങൾ വരൂ. പാതിരാത്രിയിൽ വാപ്പയെ തള്ളിമാറ്റി, ഉമ്മയെ തള്ളിമാറ്റി നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ഈ ആട്ടവും പാട്ടും ഡാൻസുമുള്ള പബ്ബുകളിലേക്ക്, ഹബ്ബുകളിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അനാശാസ്യത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുന്ന ഇത്തരം കാടന്മാരും ക്രൂരന്മാരും പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമല്ല ഇസ്ലാം പറഞ്ഞത്. കുടുംബം, ബാപ്പ, ഉമ്മ, മക്കൾ, വല്യാപ്പ, വല്ലുമ്മ, എളാമ്മ, ഇളാപ്പ. അതാണ് വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി പറഞ്ഞത്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ, റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ. കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, അത് വളരെ മഹത്വമാണ് ഇസ്ലാമിൽ, വളരെ പവിത്രമാണ് ഇസ്ലാമിൽ. അപ്പോൾ വൈയക്തികമായി, കൗടുംബികമായി, സാമ്പത്തിക രംഗം, എന്റെ പണം ഞാൻ സമ്പാദിച്ച് എന്റെ ഇഷ്ടത്തിന് ഇല്ല, ഇസ്ലാമിലില്ല. അതിന്റെ സാമ്പത്തിക രംഗത്തെ മാനവികത, വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. ലോകത്ത് സാമ്പത്തിക രംഗത്ത് എക്കണോമിക്കലായി ഉണ്ടാക്കപ്പെട്ട സിസ്റ്റം നമുക്കറിയാം, പലിശാധിഷ്ഠിത പ്രത്യയശാസ്ത്രമാണ്.
ഏത് ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ സാമ്പത്തിക രംഗവും എടുത്തു പരിശോധിച്ചാൽ പലിശയിലൂന്നിയതാണ്. അത് അമേരിക്കൻ എക്കോണമി ആകട്ടെ, യൂറോപ്യൻ എക്കോണമി ആകട്ടെ, ലോകത്ത് രൂപപ്പെടുത്തപ്പെട്ട സർവ്വ സാമ്പത്തിക സംവിധാനങ്ങളും പലിശയിലൂന്നിയ, പലിശ കൊണ്ട് ഇരട്ടിപ്പിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയാണെങ്കിൽ ഇസ്ലാം അതിനെ ചോദ്യം ചെയ്തു ലോകത്തിന്റെ മുന്നിൽ. എന്നിട്ട് ഇരട്ടിപ്പിക്കാനുള്ള സാമ്പത്തിക രംഗത്തെ മാനവികത എന്ത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ബുക്കും മറിക്കാത്ത പ്രവാചകൻ, ലോകത്തിന് പ്രായോഗികമായി പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു ഇസ്ലാമിക രാഷ്ട്രത്തിൽ. അതാണ് സക്കാത്ത്. നിങ്ങൾക്ക് ഇരട്ടണോ അല്ലെങ്കിൽ ഇരട്ടിക്കണോ, നിങ്ങളുടെ സമ്പത്ത് വികസിക്കണോ, സക്കാത്ത് എന്ന സാമ്പത്തിക മാനവികത ലോകത്ത് തത്തുല്യമായ ഏത് പ്രത്യയശാസ്ത്രമാണ് ഇത്തരമൊരു എക്കോണമി സിസ്റ്റം സമർപ്പിച്ചത് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ചോദിക്കാം. അതിനുവേണ്ടി മാത്രം വർഷങ്ങളോളം കുത്തിയിരുന്ന ഭൗതിക പ്രത്യയശാസ്ത്രവാദികളുണ്ട്, മാനിഫെസ്റ്റോകൾ എഴുതി ഉണ്ടാക്കിയവരുണ്ട്. പക്ഷെ അത് മുഴുവനും ലോകത്തിന്റെ മുന്നിൽ ഒരു നൂറ്റാണ്ട് പോലും തികക്കാതെ തകർന്ന് തരിപ്പണമായി പോയെങ്കിൽ 1400 കൊല്ലത്തിന്റെ പാരമ്പര്യവുമായി ലോകത്തിന്റെ മുന്നിൽ, ആധുനിക ലോകത്തിന്റെ മുന്നിൽ ഈ സാമ്പത്തിക വ്യവസ്ഥയുടെ സുന്ദരമായ പാഠങ്ങൾ പഠിപ്പിച്ചും പ്രയോഗവൽക്കരിച്ചും ഇസ്ലാം നിലനിൽക്കുകയാണ്. അപ്പോ വ്യക്തിപരം, കുടുംബം, അതുപോലെ തന്നെ സാമൂഹികം, സാമ്പത്തികം തീർന്നില്ല, രാഷ്ട്രം, ബഹുസ്വരത ഉൾക്കൊള്ളുന്ന രാഷ്ട്ര സംവിധാനം ഇസ്ലാം പഠിപ്പിച്ചു. ആ രാഷ്ട്രത്തിന് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. എന്തിനാണ് യുദ്ധം എന്ന ചോദ്യത്തിന് ഖുർആൻ ഉത്തരം നൽകി. എന്തിനാണ് യുദ്ധം? സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു. എന്താണത്? ഉദ്ന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമു. ആക്രമിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഒരു രാഷ്ട്ര സംവിധാനത്തിൽ യുദ്ധക്കോപ്പുകളില്ലാത്ത രാജാവായാൽ ആ നാട്ടിലുള്ള മനുഷ്യരെ സംരക്ഷിക്കാൻ കഴിയില്ല. ആർമിയില്ലാത്ത, സൈന്യമില്ലാത്ത രാഷ്ട്രവ്യവസ്ഥയിൽ ആ നാട്ടിലെ മനുഷ്യർ സുരക്ഷിതരല്ല. അതുകൊണ്ട് തന്നെ യുദ്ധം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഉടൻ അല്ലാഹുവിനോട് ചേർത്ത് പറഞ്ഞു, എന്തിനാണ് യുദ്ധം? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ അയഖൂലു റബ്ബുന അല്ലാഹ്. ഒരു സംഘം ആളുകൾ ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പ്രഖ്യാപിച്ചു, ഞങ്ങൾ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മാത്രം ആ നാട്ടിൽ നിന്ന് അവർ ആട്ടിപ്പുറത്താക്കപ്പെട്ടു. അഭയാർത്ഥികളായി അവർക്ക് മാറേണ്ടി വന്നു. ഒന്ന് ന്യായം. ഒന്ന്. രണ്ടാമത്തെ ന്യായം, വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസ്വലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കതീറാ. അല്ലാഹു പറയാണ്, ഒരു സംഘം, അക്രമികളായ ഒരു സംഘത്തെ മറ്റൊരു സംഘത്തെ കൊണ്ട് അല്ലെങ്കിൽ ആർമിയെ കൊണ്ട് തടുത്തു നിർത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ അമ്പലങ്ങൾ പൊളിക്കപ്പെടുമായിരുന്നു, സിനഗോഗുകൾ പൊളിക്കപ്പെടുമായിരുന്നു, ക്ഷേത്രങ്ങൾ പൊളിക്കപ്പെടുമായിരുന്നു. മാത്രമല്ല, നാലാമതാണ് ഖുർആൻ പറഞ്ഞത്, വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കതീറാ. അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന അല്ലാഹുവിന്റെ പള്ളികളും പൊളിക്കപ്പെടുമായിരുന്നു. ഒരു ഇസ്ലാമിക രാഷ്ട്രം, ആ രാഷ്ട്രത്തിൽ സിനഗോഗുകൾ സംരക്ഷിക്കപ്പെടണം, അഥവാ ജൂതപ്പള്ളികൾ സംരക്ഷിക്കപ്പെടണമെന്ന് വിശുദ്ധ ഖുർആൻ എഴുതി വെച്ചു. ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് വിശുദ്ധ ഖുർആൻ എഴുതി വെച്ചു. ക്ഷേത്രങ്ങൾ മാത്രമല്ല, അതേ ചർച്ചുകൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഖുർആൻ എഴുതി വെച്ചു. നാലാമതായി പറഞ്ഞു, അള്ളാഹുവിന്റെ പള്ളികളും സംരക്ഷിക്കപ്പെടണം എന്ന്. അതിനുവേണ്ടിയാണ് യുദ്ധം. അതാണ് ബഹുസ്വരത ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്ര സംവിധാനം ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു പഠിപ്പിച്ചു. അല്ലാതെ ഏതെങ്കിലും ഒരിടത്ത് ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ അവിടുത്തെ പള്ളിയൊക്കെ പൊളിച്ചു കളയൂ, ചർച്ചുകളൊക്കെ പൊളിച്ചു കളയൂ, സിനഗോഗുകളൊക്കെ പൊളിച്ചു കളയൂ, ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചു കളയൂ എന്നല്ല ഇസ്ലാം പറഞ്ഞത്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു കൃത്യമായി പറഞ്ഞു, ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസ്വലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കതീറാ. പള്ളികളും ചർച്ചുകളും സിനഗോഗുകളും അല്ലാഹുവിന്റെ മസ്ജിദുകളും സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ആർമി, അതിനുവേണ്ടിയാണ് പട്ടാളം എന്ന് പഠിപ്പിച്ച ദീൻ. അപ്പോ സമൂഹത്തിന്റെ എല്ലാ ഇടവഴികളിലൂടെയും അതുപോലെ തന്നെ വലിയ വലിയ വഴിത്താരകളിലൂടെയും അതിന്റെ രാജകീയമായ വീഥികളിലൂടെയും അതിന്റെ കൊട്ടാരങ്ങളിലും കുടിലുകളിലും സർവ്വ സംവിധാനങ്ങളിലും ഇടപെട്ടുകൊണ്ട് മാനവികമായ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം സമർപ്പിക്കാൻ അള്ളാഹുവിന്റെ ദീനിനല്ലാതെ ലോകത്ത് കഴിഞ്ഞിട്ടില്ല, സാധിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയ തെളിവെന്താ? നമ്മുടെ രാജ്യം തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ മഹത്തരമായ ഒരു ഭരണഘടന, മതേതരത്വ ജനാധിപത്യത്തിൽ ഊന്നി നിന്ന ഒരു ഭരണഘടന. ആ ഭരണഘടന നിലകൊണ്ട രാജ്യത്ത് ഒരർഹതയുമില്ലാത്തവർ അധികാരം വാണപ്പോൾ എന്താ സംഭവിച്ചത്? 1992 ഡിസംബർ 6 ഇതുപോലെയുള്ളൊരു ദിവസത്തിൽ ലോകത്തെ നാണിപ്പിച്ചു.
ഒരു കരുദിനമായി മാറി. ഡിസംബർ 6 എന്നുള്ളത് ലോകത്തിന്റെ മുന്നിൽ ഒരു കരുദിനമായി മാറി. ഞാൻ പറഞ്ഞില്ലയോ, കോഫി അന്നാൻ ഒരു ഡിസംബർ 7 ലോകത്തോട് ഇസ്ലാമിക് ഫോബിക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക് ഫോബിയെ സംബന്ധിച്ച് സംസാരിക്കുകയും ഇതിനെതിരെ ലോകത്ത് വളരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായി മാർച്ച് 15 ഇന്റർനാഷണൽ ഡേ ആയി പ്രഖ്യാപിക്കുകയും കോംബാറ്റ് ഇസ്ലാമിക് ഫോബിയ എന്ന രൂപത്തിൽ അന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ലോകത്ത് പാശ്ചാത്യനും പൗരസ്ത്യനും മനുഷ്യരും മുഴുവനും ഇസ്ലാമിക് ഫോബിയ എന്ന് പറയുന്ന ഈ മനോരോഗത്തിനെതിരെ, ഇസ്ലാമിനെ ഭയപ്പെടുക എന്ന മനോരോഗത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുകയും ചെയ്യേണ്ടി വന്നുവെങ്കിൽ മനസ്സിലാക്കണം, അതേപോലെ 1992 ഡിസംബർ 6 ഒരു കരുദിനമായി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമായ, ലോകത്തെ ഏറ്റവും മൂല്യവത്തായ ഒരു ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രമായ ഇന്ത്യ മഹാരാജ്യത്ത് ഈ രാജ്യത്തിന്റെ സർവ്വ അഭിമാനവും തുലച്ചുകൊണ്ട് ഒരു കരുദിനമായി ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലിത്തകർക്കപ്പെട്ടത് ഒരു രാജ്യത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അപമാനം, ഒരു സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ക്രൂരത. കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ, ആ സൂറത്തുൽ ബഖറയുടെ 114 ആയത്തിൽ ചോദിച്ചത് വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ. വിശുദ്ധ ഖുർആൻ 14 മുമ്പ് ജൂത സമൂഹത്തിന് ബൈത്തുൽ മുഖദ്ദസ് തടഞ്ഞു വെച്ച ആളുകൾക്കെതിരെ സംസാരിച്ചു. മസ്ജിദുൽ ഹറം മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് തടഞ്ഞു വെച്ച ആളുകൾക്കെതിരെ വിശുദ്ധ ഖുർആൻ സംസാരിച്ചു. ആ വാചകം വിശുദ്ധ ഖുർആൻ ഇന്നും രേഖപ്പെടുത്തി. വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ. അല്ലാഹുവിന്റെ പള്ളി പൊളിക്കാൻ നടക്കുന്നവനെക്കാളും അക്രമി, ലോകത്തെ ഏറ്റവും വലിയ അക്രമി വേറെ ആരാ ഉള്ളത്? വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ. അല്ലാഹുവിന്റെ പള്ളി പൊളിക്കാൻ നടക്കുന്നവനെക്കാളും വലിയ അക്രമി ലോകത്ത് ആരാ ഉള്ളത്? മനസ്സിലാക്കണം, ഒരു സമൂഹത്തെയും ഒരു സിസ്റ്റത്തെയും ഒരു സംവിധാനത്തെയും ആദരിക്കാത്ത ആളുകൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നു കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാനവികതയില്ല. അവർ ഫോബിക്കുകളാണ്, മനോരോഗികളാണ്, മാനസിക രോഗികളാണ്. അതുകൊണ്ട് തന്നെ അവർ തകർക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ചർച്ച എങ്ങനെ തകർക്കാം? മണിപ്പൂര് പോലെയുള്ള പ്രദേശങ്ങളിൽ 100കണക്കിന് ചർച്ചുകളാണ് തകർക്കപ്പെട്ടത്. ആ ചർച്ചുകൾ എങ്ങനെ തകർക്കാം? പള്ളികൾ എങ്ങനെ തകർക്കാം? ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗവേഷണം നടത്താൻ ലോകത്തെ നീതിപീഠങ്ങൾ അത്ഭുതപ്പെടുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പരമോന്നത കോടതി പോലും ആ ബാബരി മസ്ജിദ് നോക്കിക്കൊണ്ട് പറഞ്ഞു, ചില ആളുകൾ പറയുന്നല്ലോ അതിന്റെ ചുവട്ടിൽ അതേ പണ്ട് ക്ഷേത്രമായിരുന്നുവെന്ന്, അത് തകർത്തുകൊണ്ടാണ് ബാബരി മസ്ജിദ് പടുതുയർത്തിയത് എന്ന്. എന്നാൽ നമുക്കറിയാം, ആർക്കിയോളജിക് സർവേ, ഇന്ത്യ രാജ്യത്തിന്റെ, ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി സർവേ നടത്തിയിട്ടും ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടില്ല. ബാബരി മസ്ജിദിന്റെ കീഴേ എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയാണ്. മാത്രമല്ല, അതേ സുപ്രീം കോടതി പറഞ്ഞു, എന്താ പറഞ്ഞത്? അവിടെ പള്ളിയിൽ വിഗ്രഹം കയറ്റി വെച്ചത് മഹാ തെറ്റാണ്, ക്രിമിനൽ ഒഫൻസ് ആണത്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. സുപ്രീം കോടതിയാ പറഞ്ഞത്. പള്ളി പൊളിച്ചത് ഒഫൻസ് ആണ്, അത് തെറ്റാണ്, സുപ്രീം കോടതിയാ പറഞ്ഞത്. എന്നിട്ട് അവസാനം തീരുമാനത്തിലെത്തി, വൈകൃതമായ അല്ലെങ്കിൽ വൈചിത്രമുള്ള ഒരു തീരുമാനം എന്ന രൂപത്തിൽ ആ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ പിന്നീട് ഒരു തീരുമാനം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെട്ട നമ്മൾ കണ്ടു. ഏതായിരുന്നാലും അതുകൊണ്ട് അവസാനിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ ഗ്യാൻവാപ്പി പോലെ, അജ്മീർ പോലെ, മാത്രമല്ല ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളായ താജ്മഹൽ പോലെ, അതുപോലെ തന്നെ കുത്തുബ് മിനാർ പോലെ എണ്ണിയാലൊടുങ്ങാത്ത പുതിയ പുതിയ അവകാശവാദങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് ഇതാ ഈ രൂപത്തിലുള്ള ആളുകൾ കടന്നു വരികയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം, മതമൂല്യങ്ങളുടെ, നന്മകളുടെ അംശം പോലും ഹൃദയത്തിലില്ലാത്തൊരു സമൂഹം ആളുകൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നുകയറി. വർഗീയത പറഞ്ഞും വെറുപ്പിച്ചും ആളുകളെ തമ്മിൽ തല്ലിച്ചും കലഹമുണ്ടാക്കിയും അങ്ങനെ അധികാര കേന്ദ്രത്തിലേക്ക് എത്തിയ കാപാലികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതികൂടമോ നിയമ സംവിധാനമോ മനുഷ്യരുടെ ആർദ്രതയുടെ വിഷയങ്ങളോ അല്ലെങ്കിൽ മനുഷ്യ സംബന്ധിയായ വിഷയങ്ങളോ ഒന്നും പ്രശ്നമല്ല. പക്ഷെ ഇസ്ലാം അങ്ങനല്ല. ഇസ്ലാം അങ്ങനല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവികതയുടെ പാഠങ്ങൾ ചൊല്ലിപ്പിടിപ്പിച്ചിട്ട് പറഞ്ഞു, ഒരു രാജ്യത്ത് മുസ്ലിം ഭരണകൂടം വന്നാൽ പോലും ആ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് നാട്ടിലെ ചർച്ചുകൾ മുഴുവൻ സംരക്ഷിക്കുക എന്നുള്ളത്, ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്, സിനഗോഗുകൾ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് 900 കൊല്ലം അധികാരം വാണവരാണ് മുസ്ലിം ഉമ്മത്ത്.
മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് 900 കൊല്ലം, അതിൽ 700 കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ചവരാണ് മുസ്ലിം ഉമ്മത്ത്. ഇന്ത്യ മഹാരാജ്യം 700 കൊല്ലം ഇന്ത്യ ഭരിച്ചവരാണ് മുസ്ലിം ഉമ്മത്ത്. നമുക്കറിയാം, പാശ്ചാത്യ ലോകത്ത് നിന്ന് വാസ്കോഡഗാമ കാപ്പാട് കപ്പലിറങ്ങിയത് മുതൽ അതേ കോളനിവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന പാശ്ചാത്യ ലോകം 1 നൂറ്റാണ്ടുകാലം 100 കൊല്ലം ഇന്ത്യ ഭരിച്ചപ്പോ ഇന്ത്യൻ ജനത എഴുന്നേറ്റ് പറഞ്ഞു, പാശ്ചാത്യരോട് വിളിച്ചു പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടണം, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം, സായിപ്പ് പുറത്തു പോകണം എന്ന്. ഞങ്ങൾക്ക് ഒരിക്കലും ഈ സായിപ്പിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് കേവലം 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജനത വിളിച്ചു പറഞ്ഞുവെങ്കിൽ 2 നൂറ്റാണ്ട് ചെലവഴിക്കാൻ ഇന്ത്യ രാജ്യത്ത് നിലകൊള്ളാൻ ഈ പാശ്ചാത്യ ലോബികൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ 700 കൊല്ലം ഇന്ത്യ ഭരിച്ചവരാണ് മുസ്ലിം ഉമ്മത്ത്. അവർ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ, ഇവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവനും തകർത്തിരുന്നെങ്കിൽ ഈ 700 കൊല്ലം കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി ഇന്ത്യ രാജ്യം മാറുമായിരുന്നു. അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് 700 കൊല്ലം കൊണ്ട് മുസ്ലിം ഉമ്മത്ത്, ആ ഉമ്മത്ത് ഇവിടെ അധികാരം വാണിരുന്നുവെങ്കിൽ ആ 700 കൊല്ലം കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി, മുസ്ലിം രാഷ്ട്രമായി ഇന്ത്യ മാറുമായിരുന്നു. പക്ഷെ അന്നത്തെ ഭരണാധികാരികൾ അത് ചെയ്തിട്ടില്ല. അവർ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഒന്നുപോലും മാനവികമല്ലാത്തതില്ല. നേരെ മറിച്ച് മനുഷ്യ സംബന്ധിയായ, വൈയക്തികമായ, സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ, സമുന്നതമായ സിദ്ധാന്തങ്ങളെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളത് കൊണ്ട് ഏതെല്ലാം വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയാലും, ഇനി അതല്ല അധികാരത്തിന്റെ ഏതെല്ലാം നെകളിപ്പുകളും തല്ലിപ്പുകളും തിണ്ണമെടുക്കുകളും ആരും കാണിച്ചാലും, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു പറയും, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണടാ, ഞാൻ ഒന്നാം തരം മുസ്ലിമാണടാ എന്ന് ഏത് പ്രതിസന്ധിയുടെ മുന്നിൽ നിന്നും മുസ്ലിം വിളിച്ചു പറയും. അതുകൊണ്ടാണ് മ്യാൻമറിൽ സ്വന്തം കഴുത്തിലേക്ക് ടയറിട്ട് കത്തിച്ചിട്ട് ആ ടയർ ശരീരഭാഗങ്ങളിൽ പൊള്ളിക്കുടന്നു പോകുമ്പോഴും ജീവനുള്ള മനുഷ്യനെ മരത്തിൽ ആണിയടിച്ചിട്ട് ഷർട്ട് ആങ്കർ ചെയ്യുന്നത് പോലെ ജീവനുള്ള മനുഷ്യനെ കൊണ്ടുപോയി ആ കമ്പിയിൽ കൊളുത്തി തൂക്കി മരത്തിൽ കെട്ടിയിടുമ്പോഴും അവൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഇഞ്ചിഞ്ചായി കൊല്ലാൻ കഴിയും, പക്ഷേ എന്റെ ഹൃദയത്തിൽ ഞാൻ താലോലിക്കുന്ന ദീനീയാവേശം, ഈമാനികമായ ആവേശം, ഇസ്ലാമിക ആവേശത്തെ തല്ലിക്കെടുത്താൻ നിന്റെ അധികാരത്തിന്റെ ദണ്ടുകൊണ്ടോ, അതല്ലെങ്കിൽ നിന്റെ പട്ടാളത്തെ കൊണ്ടോ, നിന്റെ പോലീസിനെ കൊണ്ടോ, നിന്റെ ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ടോ സാധ്യമല്ല. ഇത് മരിച്ചാലും പ്രകാശിക്കുന്ന ഏറ്റവും ഉന്നതമായ ഈമാനികമായ അഭിനിവേശമാണ് എന്ന് മുസ്ലിം ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉൾക്കാമ്പ്, ദീനിന്റെ ഉൾക്കാമ്പ്, ഇസ്ലാമിന്റെ ഉൾക്കാമ്പ്, ആ പ്രകാശം ഹൃദയത്തിൽ നെഞ്ചേറ്റിവെച്ച് ചേർത്ത് വെച്ച് അത് വിട്ടുകൊടുക്കില്ല എന്ന നിലയിൽ തന്നെ ഉറച്ചു പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ 6 വെള്ളിയാഴ്ചയിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇന്നിവിടെ എത്തിച്ചേർന്ന് ഇവിടെ ഇരിക്കുമ്പോ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ പള്ളികൾ ഉയർത്തിപ്പിടിക്കുന്ന സുന്ദരമായ ചില മുദ്രാവാക്യങ്ങളുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും സുന്ദരമായ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ആ സുന്ദരമായ തൗഹീദിന്റെ കലിമത്തിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഓരോ മുസ്ലിമിന്റെ കൽബും, ഓരോ വിശ്വാസിയുടെ കൽബും തകർക്കാൻ പറ്റാത്ത പള്ളികളാക്കി, പരിശുദ്ധ മസ്ജിദുകളാക്കി മാറ്റാൻ പരിശ്രമിക്കണേ എന്ന് ഞാൻ എന്നെയും എന്റെ സഹോദരങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീൻ വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറല്ലാഹ്. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇത്തരമൊരു ഡിസംബറിൽ നാം ജീവിക്കുമ്പോൾ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാ നമ്മൾ ഇതിനെ പ്രതികരിക്കുക? ഇത്തരം ഇസ്ലാമിക് ഫോബിക്കുകളോട് എങ്ങനെയാണ് പ്രതികരിക്കുക? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഒരു ആപ്തവാക്യമുണ്ട്, ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ അൻഫഉ മിൻ വഅദി അൽഫി റജുൽ. ഹാലു റജുലിൻ, ഒരാളുടെ ജീവിതം
ഫി അൽഫി റജുലിൻ അൻഫഅ, ആയിരക്കണക്കിന് മനുഷ്യർക്ക് അത് ഉപകരിക്കും. ഒരാളുടെ ജീവിതം ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഉപകരിക്കും. മിൻ വഅദി അൽഫി റജുൽ, 1000 പ്രസംഗങ്ങളെക്കാൾ, 1000 പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ജീവിതം മതി ആയിരക്കണക്കിന് മനുഷ്യന് വെളിച്ചമേകാൻ. അത് ഈ വാചകം നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കുക. ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ അൻഫഅ മിൻ വഅദി അൽഫി റജുൽ, 1000 പ്രസംഗങ്ങളെക്കാൾ ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് 1000 മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ, ഒരു മനുഷ്യന്റെ ദീനിയായ ജീവിതം കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർക്ക് ദീനീ സന്ദേശം നൽകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം, അതിന്റെ എല്ലാ അടരുകളും എല്ലാ ഇടങ്ങളും അത് ഇസ്ലാമികമാക്കാൻ പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, പള്ളികൾ, ആ പള്ളികളുമായി ബന്ധപ്പെട്ട് തകർക്കുന്ന കഥകളാണ്. അതിന്റെ ഭീകരതയെ സംബന്ധിച്ചാണ് ഡിസംബർ 6 പലപ്പോഴും ഓർക്കുന്നത് എങ്കിൽ, നിരവധി പള്ളികൾ കേരളത്തിന്റെ മണ്ണിൽ നിർമ്മിച്ച ഒരു മനുഷ്യൻ, ഇന്നലെ രാത്രി അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. നമുക്കെല്ലാവർക്കും സുപരിതനായ നമ്മുടെ അഷ്റഫുക്ക നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിത്വമാണ്. നിരവധി പള്ളികൾ കേരളത്തിന്റെ മണ്ണിൽ നിർമ്മിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി സമ്പാദിച്ച പണം കൊണ്ട് കേരളത്തിൽ തന്നെ നിരവധി പള്ളികൾ, മാത്രമല്ല അദ്ദേഹം ചെയ്ത സേവനങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു ഭാഗം, കേരളത്തിലെ ഉന്നതമായ ഒരു കലാലയമായ ജാമിഅ നബവിയുടെ തിരുമുറ്റത്ത് നിൽക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് അദ്ദേഹം തന്റെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു നിർമ്മിതിയാണ്. മറ്റൊന്ന് നമുക്കറിയാം, ഭീമാപ്പള്ളിയിൽ അദ്ദേഹം നിർമ്മിച്ച പള്ളി ചെറിയ കാര്യമല്ല. ഭീമാപ്പള്ളിയിൽ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ഒരാൾ പോയിട്ട് ഒരു പള്ളി നിർമ്മിച്ചു, ഒരു സൽഫി മസ്ജിദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു മസ്ജിദ് ഭീമാപ്പള്ളിയിൽ നിർമ്മിച്ചു കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ഇന്നലെ രാത്രി വിളിച്ചിട്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. ചെറിയ ഓപ്പറേഷൻ അദ്ദേഹം വിധേയമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിനെ, സമൂഹത്തിനെ, നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന മുഴുവൻ കരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാരോഗ്യത്തോടെ, ഏറ്റവും നല്ല സമാധാനത്തോടെ, ആഫിയത്തോടെ ദീർഘായുസ് നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ നിങ്ങളുടെ സ്വകാര്യ ദുആകളിൽ അല്ലാഹുവിനോട് നിങ്ങൾ ജുമാ നിസ്കാരത്തിന് ശേഷം നടത്തുന്ന പ്രാർത്ഥനകളിൽ നമ്മുടെ അഷ്റഫുക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, ദീർഘായുസിന് വേണ്ടി, കൂടുതൽ കൂടുതൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി, അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ ആഫിയത്തിന് വേണ്ടി, നമ്മുടെ കൂട്ടുകുടുംബാദികളുടെയും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളുടെയും ഒക്കെ സ്വലാഹിയായ ഹിദായത്തിലൂന്നിയ ജീവിതത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാവിധ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ അതിൽ പൂർണ്ണമായി മാറ്റി കൂടുതൽ ആഫിയത്തോടെ, കരുത്തോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ മാസം അതിന്റെ 13, 14, 15 തീയതികളിൽ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മുസ്ലിം കേരളത്തിൽ പ്രൊഫഷണലുകളായ ആളുകൾക്കിടയിൽ വളരെ സുന്ദരമായി ഇടപെടുന്ന MSMന്റെ പ്രോഫ് കോൺ കുറ്റിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ തൊട്ടടുത്താണ്, അവിടെ വെച്ച് നടക്കുകയാണ്. നമ്മുടെ മക്കള്, നമ്മുടെ വീട്ടിലുള്ള പ്രൊഫഷണലുകളായ, കോളേജുകളിൽ പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളായ കുട്ടികളെ അതിലേക്ക് പറഞ്ഞു വിടണം. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ സ്വതക്ക, നമ്മുടെ ഭാവി തലമുറ, നമുക്ക് ശേഷം ഈ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ട, ദീനീ സംരംഭങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ട ആ മക്കൾക്ക് വേണ്ടിയുള്ള സ്വതക്കയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ഇതിലേക്ക് സ്വതക്ക ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട്, റബ്ബിനെ തൃപ്തിപ്പെട്ട്, റബ്ബിനെ നെഞ്ചിലേറ്റി അവനിലേക്ക് കൂടുതൽ അടുക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ കടങ്ങളും പൂർത്തിയാക്കി ഏറ്റവും നല്ല രൂപത്തിൽ ത്വയ്യിബായി അല്ലാഹുവിനോട് തൗബ ചെയ്ത് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ച ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ, കൂടുതൽ നിന്നിലേക്ക് അടുക്കാനുള്ള അവസരങ്ങൾ, അല്ലാഹുവേ നിനക്ക് ശുക്ർ ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് നീ ഒരുക്കി തരണേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر
والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.